സറൗണ്ട് യുവർ സെൽഫ് വിത്ത് റൈറ്റ് പീപ്പിൾ. നിങ്ങളുടെ ചുറ്റുമുള്ളവർ നിങ്ങളുടെ ഭാവിയാണ്. നമുക്ക് ചുറ്റുമുള്ള ആളുകളുടെ ചിന്തകൾ, ശീലങ്ങൾ, സമീപനങ്ങൾ ഇവയെല്ലാം നമ്മളെ സ്വാധീനിക്കും. നമ്മൾ കാണുന്നതും കേൾക്കുന്നതും അനുഭവിക്കുന്നതും പതുക്കെ നമ്മുടെ സ്വഭാവത്തിന്റെ ഭാഗമാകും. നിങ്ങൾ ആരോടൊപ്പം സമയം ചെലവഴിക്കുന്നു എന്നത് നിങ്ങൾ ആരായി മാറും എന്നതിനെ നിർണയിക്കും. എല്ലാ ആളുകളും ഒരേ തരത്തിലുള്ള സ്വാധീനം ചെലുത്തുന്നില്ല. ചിലരോടൊപ്പം സമയം ചെലവഴിച്ചാൽ മനസ്സ് ഉണരും, ആശയങ്ങൾ വരും, ആത്മവിശ്വാസം വർദ്ധിക്കും. ചിലരോടൊപ്പം ഇരുന്നാൽ ക്ഷീണം തോന്നും, നെഗറ്റിവിറ്റി കൂടും, സംശയം വളരും. റൈറ്റ് പീപ്പിൾ എന്നത് പൂർണ്ണരായ മനുഷ്യരല്ല, നിങ്ങളെ മുന്നോട്ട് നയിക്കുന്നവർ, വളർച്ചയെ വിലമതിക്കുന്നവർ, നിങ്ങളുടെ ശ്രമങ്ങളെ ചെറുതാക്കാത്തവർ. ഇവരോടൊപ്പമാണ് നിങ്ങൾ സമയം ചെലവഴിക്കേണ്ടത്. നെഗറ്റീവ് ആളുകൾ ഒരുപാട് ശബ്ദമുണ്ടാക്കില്ല. അവർ നേരിട്ട് നിനക്ക് പറ്റില്ല എന്ന് പറയണമെന്നില്ല. പക്ഷേ അവരുടെ വാക്കുകളിൽ, ചിരികളിൽ, സമീപനങ്ങളിൽ എല്ലായിടത്തും നെഗറ്റിവിറ്റി ഒളിച്ചിരിക്കും. ഇത് നടക്കില്ല, ഇവിടെ അങ്ങനെയൊന്നും പറ്റില്ല, നമ്മൾ എന്ത് ചെയ്യാനാണ്? ഇത്തരം വാക്കുകൾ തുടർച്ചയായി കേൾക്കുമ്പോൾ നമുക്ക് തന്നെ നമ്മുടെ സ്വപ്നങ്ങൾ സംശയാസ്പദമായി തോന്നും. ഇതാണ് ഏറ്റവും അപകടകരമായ സ്വാധീനം. ശരിയായ ആളുകൾ എല്ലായ്പ്പോഴും നമ്മളെ പ്രശംസിക്കുന്നവരല്ല. അവർ സത്യസന്ധരായിരിക്കും. നിങ്ങൾക്ക് തെറ്റുമ്പോൾ അവർ ചൂണ്ടിക്കാണിക്കും. പക്ഷേ അവിടെ നിന്ദയില്ല, വളർച്ചയ്ക്കുള്ള ആഗ്രഹമാണ് ഉള്ളത്. നിങ്ങളുടെ കഴിവുകൾക്ക് മുന്നിൽ വെല്ലുവിളി ഉണ്ടാക്കുന്നവരും നിങ്ങളുടെ പരിധികൾ വികസിപ്പിക്കാൻ സഹായിക്കുന്നവരുമാണ് ശരിയായ കൂട്ടുകാർ. അവരോടൊപ്പം നിൽക്കുമ്പോൾ നിങ്ങൾ തന്നെ കൂടുതൽ മികച്ചതാകാൻ ശ്രമിക്കും. എനിക്ക് വളരാൻ ആരുടെയും ആവശ്യമില്ല എന്ന ചിന്ത പലർക്കുമുണ്ടാകും. സ്വാതന്ത്ര്യം നല്ലതാണ്, പക്ഷേ ഒറ്റപ്പെടൽ വളർച്ചയ്ക്ക് സഹായകരമല്ല. ഒരാളുടെ കാഴ്ചപ്പാട് പരിമിതമാണ്. മറ്റുള്ളവരുടെ അനുഭവങ്ങളും ചിന്തകളും നമ്മളെ കൂടുതൽ വ്യക്തതയിലേക്കാണ് നയിക്കുന്നത്. നിങ്ങൾ സ്ഥിരമായി സമയം ഇടപെടുന്ന ആളുകളുടെ നിലവാരത്തിലേക്ക് നിങ്ങൾ പതുക്കെ ഉയരും, അല്ലെങ്കിൽ താഴും. അവർ പുസ്തകങ്ങൾ വായിക്കുന്നവരാണെങ്കിൽ നിങ്ങളും വായിക്കാൻ തുടങ്ങും. അവർ എല്ലായ്പ്പോഴും പരാതിപ്പെടുന്നവരാണെങ്കിൽ നിങ്ങളും അതിലേക്ക് വഴുതിപ്പോകും. നിങ്ങളുടെ ചുറ്റുപാട് നിങ്ങൾ തന്നെ തിരഞ്ഞെടുത്തില്ലെങ്കിൽ അത് യാദൃച്ഛികമായി രൂപപ്പെടും, പലപ്പോഴും നിങ്ങളുടെ വളർച്ചയ്ക്ക് വിരുദ്ധമായി. സറൗണ്ട് യുവർ സെൽഫ് വിത്ത് റൈറ്റ് പീപ്പിൾ എന്നത് എല്ലാവരെയും ഉപേക്ഷിക്കണം എന്ന സന്ദേശമല്ല. ചില ബന്ധങ്ങൾ നിർബന്ധിതമാണ്, കുടുംബം, ജോലി, സാഹചര്യങ്ങൾ. പക്ഷേ അവയിൽ നിങ്ങൾ എത്രമാത്രം മാനസിക ഊർജം ചെലവഴിക്കുന്നു എന്നത് നിങ്ങളുടെ നിയന്ത്രണത്തിലാണ്. എല്ലായിടത്തും മുഴുവൻ പങ്കാളിത്തം ആവശ്യമില്ല. ചില ബന്ധങ്ങളിൽ അകലം പാലിച്ചാലും നിലനിൽക്കും. നിങ്ങൾ ഒറ്റയ്ക്ക് മാറുന്നില്ല, നിങ്ങൾ ചുറ്റുമുള്ളവരോടൊപ്പം മാറുകയാണ്.